ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിലും പഴവും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള രണ്ട് ഐറ്റം ആണല്ലോ അല്ലേ. അവിൽ മിൽക്ക് പിന്നെ അവിൽ കുഴച്ചത്, ഇതൊക്കെ നമ്മൾ വീടുകളിൽ സാധാരണ ഉണ്ടാക്കാറുള്ളതാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് രണ്ടും വെച്ച് നല്ല കിഡിലിനൊരു സ്നാക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നേന്ത്രപ്പഴമാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. വൈകുന്നേരം ചായയുടെ കൂടെ സ്നാക്കായി കഴിക്കാൻ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാനും പറ്റിയൊരു പലഹാരമാണിത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പലഹാരം ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഈസി പലഹാരത്തിൻ്റെ റെസിപ്പി പെട്ടെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമുക്ക് പാൻ ചൂടാക്കി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും ചൂടായി വന്നാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്ന് വറുത്തെടുക്കാം. നെയ്യിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും ഒന്നും അളവ് ഞാൻ പ്രത്യേകം പറയുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഹെൽത്തിനൊക്കെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അണ്ടിപ്പരിപ്പ് മുഴുവനായിട്ട് ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നതാണ്. അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വന്നാൽ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്തൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ ചെറിയ പഴമായിരുന്നത് കൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്നത് നല്ല വലിയ പഴമാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാകും. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. പഴം അധികം പഴുപ്പായിട്ടില്ലെങ്കിൽ പലഹാരത്തിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും. ഇത് പകുതി ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഴം നന്നായി വെന്ത് വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. പഴം ഇപ്പോൾ നന്നായി വെന്തുടഞ്ഞു വരുന്നൊരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് അവലൊന്ന് വറുക്കാം. ഞാനിവിടെ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കനം കുറഞ്ഞ വെള്ള അവലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ സ്നാക്കിൽ അവലുള്ളത് അറിയാൻ പറ്റാത്ത തരത്തിൽ അവൽ വേവണം. അതിന് ഈ ഒരു ടൈപ്പ് അവലാണ് കൂടുതൽ നല്ലത്. ഇനി കനം കുറഞ്ഞ ടൈപ്പ് ബ്രൗൺ അവലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കാണാനും കഴിക്കാനും അതുപോലെ തന്നെ നല്ല കേക്ക് ഷേപ്പിൽ പെർഫെക്റ്റായി പലഹാരം സെറ്റായി കിട്ടാനൊക്കെ വെള്ള അവൽ തന്നെയാണ് നല്ലത്. അവലിൻ്റെ കളർ അങ്ങനെ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി ഒന്ന് ചൂടായി വന്നാൽ തന്നെ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാലാണ് വേണ്ടത്. അതിൻ്റെ ഒപ്പം 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർക്കാം. നിങ്ങൾ 2 ചെറിയ നേന്ത്രപ്പഴമാണ് എടുക്കുന്നുള്ളെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള ചേരുവകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയെങ്കിൽ 1/2 കപ്പ് അവലും പിന്നെ പാലും 1 കപ്പൊക്കെ മതിയാകും. പാലിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത് ചെറുതായൊന്ന് വറ്റി അവലൊക്കെ നല്ല പോലെ വെന്ത് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് പാല് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ അവലും പാലൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാട്ടി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ഈ പഴം കൂടെ ചേർത്താൽ പാല് പിന്നെ പെട്ടെന്ന് വറ്റിക്കോളും. പാല് നന്നായി വറ്റി ഈ പഴത്തിൻ്റെ അവലിൻ്റെയും മിക്സ് പാനിൽ നിന്ന് വിട്ടു വരുന്നൊരു പരുവായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. ഞാനെടുത്ത മറ്റ് ചേരുവകൾക്കെല്ലാം കൂടെ 3-4 കോഴിമുട്ട മതിയാകും. പക്ഷെ നമ്മുടെ ഈ സ്നാക്ക് നല്ല പെർഫെക്റ്റായി സെറ്റായി കിട്ടാനാണ് ഞാൻ 5 കോഴിമുട്ട എടുത്തത്. പലഹാരത്തിൻ്റെ ടേസ്റ്റൊക്കെ മുട്ട 3 എണ്ണം എടുത്താലും 5 എണ്ണം എടുത്താലും ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഈ സ്നാക്കിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം മധുരമാണ് വെന്ത് വരുമ്പോൾ ഇതിനുണ്ടാവുക. ഇത് നല്ല മധുരത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് പഞ്ചസാര ഇപ്പോൾ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് കോഴിമുട്ടയുടെ സ്മെല്ല് തീരെ സ്നാക്കിൽ വരാതിരിക്കാൻ 2 നുള്ള ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നല്ലൊരു കളർ കിട്ടാനായി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്.
ഇനി ഇത് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചേരുവകളെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിന് നമുക്ക് ഈ അവിലിൻ്റെയും പഴത്തിൻ്റെയും മിക്സിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അവലൊക്കെ വെന്ത് നന്നായി ഉടഞ്ഞത് കൊണ്ട് ഇപ്പോൾ പോലും ഇതിലുള്ളത് അറിയാൻ പറ്റാത്തൊരു ടെക്സ്ചറിലായിട്ടുണ്ട്. ഇനി വെന്ത് വന്നാൽ കഴിക്കുമ്പോൾ പോലും ഇതിൽ അവലുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. കുറച്ച് ഞാൻ സ്നാക്കിൻ്റെ മുകളിലായിട്ടിട്ട് കൊടുക്കാൻ മാറ്റി വെക്കുന്നുണ്ട്. കോഴിമുട്ട മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാനായി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ഞാൻ മുഴുവൻ ഈ പാനിലേക്ക് ഒഴിക്കുന്നില്ല കേട്ടോ. ബാക്കിയുള്ള കുറച്ച് മാവ് മൈക്രോവേവ് ഓവനിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇതിന് മൂടി വെച്ച് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിക്കാം. അതിൽ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞ് പാൻ നന്നായി ചൂടായി വന്നാൽ ഇതിനടിയിലായിട്ട് എന്തെങ്കിലും പാനോ തട്ടോ വെച്ച് കൊടുക്കാം. മൈക്രോവേവ് ഓവനിലുള്ളത് 6-7 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഞാൻ രണ്ടിലും മുകളിലായിട്ട് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുത്തിരുന്നു. ഇത് നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ചൂട് നന്നായി മാറി വരുമ്പോൾ കണ്ടില്ലേ, സൈഡിൽ നിന്നെല്ലാം വിട്ട് വരും. അപ്പം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അൺഹെൽത്തി ആയിട്ടുള്ള മൈദ പോലുള്ള ചേരുവകളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ നെയ്യും മധുരമൊക്കെ കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ വലിയവർക്കും ഹെൽത്തി ആണെന്ന് പറയാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ടേസ്റ്റിനെ പറ്റി പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. മുമ്പൊരിക്കലും നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതുപോലുള്ളൊരു ഈസി സ്നാക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ സ്ഥിരമുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാവുന്ന ഒരുപാട് ഈസി സ്നാക്ക് റെസിപ്പികൾ വേറെയും ഷെയർ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് റെസിപ്പികളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ റെസിപ്പികളെല്ലാം ട്രൈ ചെയ്താൽ എന്നും പറയുന്ന പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുമല്ലോ അല്ലേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.